നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിന്ന് പൊതുവെ താമസം എഴുന്നേറ്റ്, കാരണം ഇന്ന് പിള്ളേർക്ക് അവധിയൊക്കെ ആയതുകൊണ്ട്. മേതക്കുട്ടി എഴുന്നേറ്റു, എൻ്റെ കയ്യിരിക്കുക. മൗതിമോൾ ഉറക്കുക നന്നായിട്ട്. അപ്പോൾ ഇനി രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് കപ്പയും മീൻകറി ആക്കിയാലും ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കപ്പ ഞാൻ കൊത്തി എരിഞ്ഞ്, കപ്പ ഏകദേശം വെന്തു കേട്ടോ. അതിനിടയ്ക്ക് മേതക്കുട്ടി എഴുന്നേറ്റുകൊണ്ട് ഇടയ്ക്ക് ഓടേണ്ടി വന്നു. എന്തായാലും വെന്ത് കിട്ടി. കപ്പ റെഡിയായി. മീൻ കറിയും ഏകദേശം തിളച്ച് വന്ന് തുടങ്ങി കേട്ടോ. പിന്നെ മീൻ കറിയും ഏകദേശം ആയി കേട്ടോ. ചേച്ചിയുടെ പണി. അപ്പോൾ ചേച്ചിയെ പോയി ശല്യം ചെയ്യുന്ന മേതക്കുട്ടിയെ കണ്ടോ? ഞങ്ങളുടെ മെയിൻ പരിപാടി വിറക് വറക്കിച്ച് കേട്ടോ. ഇടയ്ക്ക് ഞാൻ പത്തനംതിട്ടയ്ക്ക് പോവാം. അപ്പം മേതക്കുട്ടി റെഡിയായി. മഹതിയും കൊണ്ടുവരണം. അവളുടെ കമ്മൽ കളഞ്ഞു മഹതി. അപ്പോൾ അവരുടെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവുക. 2 കമ്മലും പുള്ളിക്കാരി ഊരി കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുക. സ്വർണ്ണം അല്ലാത്തത് ഭാഗ്യമായിപ്പോയി കേട്ടോ. അപ്പം ഞാൻ തൽക്കാലം ഇവളുമാർക്ക് വെള്ളിയാണ് യൂസ് ചെയ്യുന്നത്. വെള്ളി ആയാലും സ്വർണ്ണം ആയാലും വില ഇപ്പോൾ എല്ലാത്തിനും. ഇവളുമാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവളുമാരെല്ലാം ഊരിക്കളയുക. അയ്യോ, എവിടെ പോയാലും ചൂലും കൊണ്ട് പോകുന്ന മോളെ കണ്ടോ? അവൾ ചൂലെടുത്തോണ്ട് ചേച്ചി അടുത്ത് താഴെ വിറക് വെക്കുക. അപ്പോൾ ചേച്ചി തൂക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂലും എടുത്തുകൊണ്ട് പോവുക, ചേച്ചിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കിടക്കുന്ന വിറകെല്ലാം ഇന്ന് പിറക്കാണ്. ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ ചേച്ചി ഇവിടെ വിറക് ഇറക്കുന്ന സമയത്ത് ഇതിലൊരു ചേര പോയായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് പേടിയായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി തൽക്കാലം നിർത്തിക്കോളാൻ പറഞ്ഞു. കാരണം റബ്ബറായതുകൊണ്ട് അറിയത്തില്ല, പാമ്പൊക്കെ എളുപ്പം ഇതിലേക്കാണ് പോകുന്നത്. വലിയ ചേരയാണ് ചേച്ചി പറഞ്ഞേ. അടിപൊളി സുഖം കേട്ടോ. ഇതിനകത്ത് ശരിക്കും ഉണ്ടെന്ന് തോന്നും. പിന്നെ കാന്താരി എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുളിയും എരിവും എല്ലാം. അപ്പോൾ ചേച്ചിയുടെ ഇന്ന് മെയിൻ പരിപാടി കേട്ടോ. ഫുള്ള് തൂത്തുമായിരുന്നു ചേച്ചി. ഭയങ്കര അട്ടയും എല്ലാം ഉണ്ടായിരുന്നു ചേച്ചി പറഞ്ഞു. മഴ കാരണം ഒരാഴ്ചയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റിയില്ല. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് അട്ട, ഈ പല സൈസ് അട്ടയുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോൾ ചേച്ചി തൂത്ത് കേട്ടോ. പുതിയ എന്ത് അലുമിനിയം പാത്രം മേടിച്ചാലും നമ്മൾ ആദ്യം എണ്ണയൊക്കെ തേച്ച് വേർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് ഞാൻ പോയി മേടിച്ചപ്പം ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പം ഇനി വെയിൽ വരണമെന്നില്ല. കാരണം ഓണമൊക്കെ ഭയങ്കര മഴയാണ്. ഉച്ചയ്ക്കൊക്കെ ഇവിടെ മിക്കവാറും നല്ല മഴയൊന്നും മിക്കവാറും. ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നുണ്ട്. കുട്ടി ഉറക്കം കഴിഞ്ഞിട്ടുന്ന കേട്ടോ. മേതക്കുട്ടി തൊപ്പി വെക്കാൻ നോക്കുക കേട്ടോ. ആ സൂപ്പറാണ്. ഇവിടെ തൊപ്പിക്ക് വേണ്ടിയിട്ട് ഇവിടെ അടിയാ. സ്കൂളിൽ പോകുന്ന ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട കൊച്ച കേട്ടോ. അവധിയുള്ള ദിവസം മാത്രം ഭയങ്കര ഉത്സാഹം അവൾക്ക് സ്കൂളിൽ പോകാൻ. അല്ലാത്ത ദിവസം അവൾക്ക് സ്കൂളിൽ പോകാൻ ഒരു താല്പര്യമില്ല. പക്ഷെ അവൾക്ക് ഇന്ന് സ്കൂളിൽ പോകണം. എളുപ്പം മേതക്കുട്ടി സ്കൂളിൽ പോകണോ? നല്ല വെയിലത്ത് ഞങ്ങൾ ഫുള്ളും എണ്ണ വെച്ച് വെച്ചേക്കോ. നല്ല വെയിലുണ്ട്, നല്ല ചൂട് കേട്ടോ.
ഇത് കൂടെ കല്ലാവ് ഭയങ്കര ചൂടാണ്. കുട്ടി ഉറക്കം കഴിഞ്ഞിട്ടുന്ന കേട്ടോ. മൃഗയുടെ ഒരെണ്ണം പോത്താട്ടോ, നല്ല രസമുണ്ട് കാണാൻ. രണ്ടെണ്ണം കൂടെ അവിടെ നിൽക്കുക, ഇറങ്ങി വരത്തില്ല. മഹതിയാണെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് പോകുന്ന. അപ്പോൾ ഓണമായിട്ട് ഞങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം വള്ളിയൊക്കെ ഇങ്ങനെ കയറി ഇതിനകത്ത് കയറുന്ന അട്ട ഭയങ്കര ശല്യമാണ്. അപ്പം ഞാനും ചേച്ചിയും കൂടെ ഏകദേശം, ചേച്ചി അവിടെ ചെയ്യുന്നു, ഞാനും ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ കയറുക. ഞങ്ങൾ രണ്ടും കൂടെ ഒരുവിധം ശരിയാക്കുക. ഇങ്ങനെ പടന്ന് കയറുന്ന സൈസാണ്. അപ്പോൾ ഇത് പറിച്ച് കളഞ്ഞില്ലെങ്കിൽ മൊത്തം ഇതുണ്ടല്ലോ അട്ട ഉണ്ടോ കയറിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പരിപാടി. ഇത് ക്ലീൻ ചെയ്തതിൽ ഫുള്ളും അട്ട. ഇവിടെ ആണെങ്കിൽ എന്താ അട്ട ഉണ്ടോ. ചേച്ചി ഇവിടുത്തെ ക്ലീൻ ചെയ്യുക. അപ്പം ഞാൻ ആ സൈഡും ചേച്ചി ഈ സൈഡും. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതിനിടയ്ക്ക് ഞങ്ങൾ ശല്യം ചെയ്യാൻ വേണ്ടി മേതക്കൂട്ടി വരുന്നുണ്ട് കേട്ടോ. എന്താണതാ ഇവിടെ ഇത് കൂട്ട് അട്ടയുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അത് കണ്ടിട്ട് അവൾക്ക് ഈ സഹിക്കുന്നില്ല. അപ്പോൾ ഞാനത് എടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ. ഓ ചേച്ചിയെ വിളിക്കുന്ന ആൻറ്റി. എന്തുവാ ആൻറ്റി? അട്ട. പക്ഷേ ഇവിടെ എല്ലാം ഫുള്ളും കട്ടുറുമ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹിറ്റടിച്ച് ഇപ്പം എല്ലാം പോയി കേട്ടോ. ഭയങ്കരമായിട്ട് കട്ടുറുമ്പിൻ്റെ ശരിയായിരുന്നു. ഇപ്പോൾ ചേച്ചിക്കിടെ ഒരു കളി കിട്ടിയിട്ടിരിക്കുക. ഞങ്ങളിവിടെ ക്ലീൻ ചെയ്യാം. എൻ്റെ കരിയാപ്പില ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കിളുക്കാൻ. ഞങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു മഴ ചെയ്തപ്പോൾ ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ നല്ലൊരു മഴ. ഞങ്ങളെ ഇപ്പോൾ കരിഞ്ഞ് വെള്ളം വരുന്നുണ്ടോ. നല്ലൊരു മഴ ചെയ്തപ്പോൾ ഞങ്ങളെ കുറച്ചും കൂടെ ഉള്ളായിരുന്നു ക്ലീൻ ചെയ്യാൻ. മഴ കാരണം ഇപ്പോൾ ഞങ്ങൾ നിർത്തി വെച്ചു. തൽക്കാലം ഇനി ഞങ്ങൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയതാ പട്ടിക്കുഞ്ഞിൻ്റെ ഇതൊക്കെ എടുത്തുകൊണ്ട് കക്ഷി. മഴ പെയ്ത് ഇറങ്ങലെന്ന് പറഞ്ഞപ്പോൾ അവൾ ഷൂ ഒക്കെ ഊരി കൊലുസൊക്കെ ഊരിക്കളഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി പാവം കേട്ടോ. കുട്ടി പിന്നെ സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചേച്ചി പോകുന്ന പുറകെ രണ്ടുപേരെയും കൂടെ പോവാ. അവൾമാർക്ക് എന്നെക്കാളും താല്പര്യം ചേച്ചിയോടെ കേട്ടോ. അപ്പോൾ ചേച്ചി വീട്ടിൽ പോകുമ്പോൾ അവൾമാർ രണ്ടും കൂടെ ചേച്ചിയുടെ പുറകെ പോവുക. പോലെ മഹതിയും മേധ പുറകെ പോവാ. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ഫുള്ളും കിളച്ച് കുറച്ച് കൃഷിയൊക്കെ നട്ടിട്ടുണ്ടോ. ഇതൊക്കെ ചീര കേട്ടോ. ചീര മാത്രമല്ല ഒരുപാട്. പിന്നെ ഇവിടെ കുറേ പാവയ്ക്കൊക്കെ നട്ടു. പിന്നെ ആ സൈഡ് കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ട് ഞങ്ങളെല്ലാം. ഞങ്ങളുടെ ഇന്നത്തെ ഇനിയുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ. ഇന്ന് മഴ ആയതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.